ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമുക്ക് തോന്നൂലേ ആദ്യം തന്നെ കരിഞ്ഞ പാത്രമൊക്കെ കാണിക്കണം എന്താന്നല്ലേ? കരിഞ്ഞ പാത്രം കാണിച്ച വേറൊന്നല്ല, അതിന്റെ പുറകിൽ വേറൊന്നല്ല, ടേസ്റ്റ് വിഭവം കാണിച്ചു തരാം കേട്ടോ. അത് നമ്മുടെ ഈ മുളക് ഇതെന്താന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇത് സാമ്പാർ മുളക്, തൊണ്ടൻ മുളക്, തൈര് മുളക് എന്നൊക്കെ പറയുന്നൊരു സാധനമാണ്. തിരുവനന്തപുരം ഭാഗത്തൊക്കെയാണ് കൂടുതൽ ഇത് കാണാറുള്ളത് കേട്ടോ. ഞാൻ ഈ കോട്ടയം പാലാ ഭാഗത്തൊന്നും ഇത് കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ കാണാറില്ല. പിന്നെ ഞാൻ അച്ഛനും അമ്മയും വന്നപ്പോൾ എനിക്ക് മേടിച്ചുകൊണ്ട് തന്നതാണ്. അപ്പം ഞാൻ അല്പം ഇത് നന്നായിട്ട് കഴുകി സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ആവശ്യത്തിനൊപ്പം വെള്ളമൊക്കെ ചേർത്തൊന്ന് വേവിച്ചെടുക്കുകയാണേ. ഇതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഇച്ചിരി മെനക്കേടുള്ള പണിയാണ് കേട്ടോ. ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകരുത്. അതുകൊണ്ട് ഓരോ മുളകായിട്ട് ഇളക്കി ഇളക്കി വേണം കേട്ടോ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാനൊക്കെ. ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉള്ളവർ അതിൽ ചെയ്താൽ മതി. ഇപ്പം എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിലും ഞാൻ ഇതിൽ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു കാരണം അതിൽ ഒരുപാട് കരി പിടിച്ച് കളയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് സൈഡൊക്കെ കരിഞ്ഞു പിടിക്കും കേട്ടോ. അപ്പോൾ അത് കരിയല്ല, ഈ മുളകിൻ്റെ ഉപ്പിൻ്റെയൊക്കെ ഒരു ഇത് എണ്ണയൊക്കെ ചേർത്ത് വരുന്നതിൻ്റെതാണ്. കരിഞ്ഞിട്ടില്ല കേട്ടോ, മുളകൊന്നും ഇങ്ങനെ കരിഞ്ഞു പോവില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഇച്ചിരി മെനക്കേടാണ് ഇതുണ്ടാക്കിയെടുക്കാൻ, എന്നാലും ക്ഷമയും വേണം. ഇപ്പം അതുപോലെ തന്നെ ഇത് മാത്രം ഉണ്ടെങ്കിൽ ഇച്ചിരി തൈരും കൂട്ടി ചോറുണ്ടാകും, വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഇത് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ നാട്ടിലെ മുളക് കിട്ടാനുണ്ടോ, ഇതിനെന്താ പേര് പറയുക എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്, എന്താ പറയുക, വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ നമുക്ക് പച്ചമുളക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പച്ചമുളക് ഇതുപോലെ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ എരിവില്ലാത്ത, തീരെ എരിവില്ലാത്ത പച്ചമുളക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ സിമ്പിൾ റെസിപ്പീസ് ഞാൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.